Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. Once upon a time, a king was unwell. He had a bad cough. Once upon a time, പണ്ടൊരിക്കൽ, എ കിങ് വാസ് അൺവെൽ. രോഗമുള്ള ഒരു രാജാവുണ്ടായിരുന്നു. അൺവെൽ എന്നാൽ രോഗമുള്ള, സുഖക്കേടുള്ള, ഇതൊക്കെയാണ് അർത്ഥം. ഹി ഹാഡ് എ ബാഡ് കഫ്. ഹി ഹാഡ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എ ബാഡ് കഫ്. ബാഡ് എന്നാൽ മോശമായ, കഫ് എന്നാൽ ചുമ. അദ്ദേഹത്തിന് വളരെ മോശമായിട്ടുള്ള ഒരു ചുമ ഉണ്ടായിരുന്നു. ദ ഡോക്ടേഴ്സ് ഗേവ് ഹിം മെഡിസിൻസ്. ദ ഡോക്ടേഴ്സ് ഗേവ് എന്നാൽ നൽകി, ഹിം അദ്ദേഹത്തിന്, മെഡിസിൻസ് മരുന്നുകൾ നൽകി. ആൻഡ് ദേ ടോൾഡ് ഹിം എന്താണ് അവർ, ഡോക്ടേഴ്സ് ടോൾഡ് പറഞ്ഞു, ഹിം അദ്ദേഹത്തോട്, രാജാവിനോട്, നോട്ട് ടു ഈറ്റ് ഭക്ഷിക്കരുത്, സവർ തിങ്സ്. സവർ എന്നാൽ പുളിയുള്ള എന്നുള്ള അർത്ഥമാണ്. പുളിയുള്ള വസ്തുക്കൾ ഭക്ഷിക്കരുത്. ലൈക്ക് പോലോത്തത്, പിക്കിൾസ് അച്ചാറുകൾ, യോഗേർട്ട് എന്നാൽ തൈര്, ആൻഡ് ടേമറൻറ്റ് എന്നാൽ പുളി എന്നുള്ള അർത്ഥമാണ്. ബട്ട് ദ കിങ് വാസ് ആഫ്റ്റർ ഓൾ എ കിങ്. ഹി വുഡ് നോട്ട് ഒബേ മിയർ ഡോക്ടേഴ്സ്. ബട്ട് ദ കിങ് വാസ് ആഫ്റ്റർ ഓൾ എ കിങ്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും രാജാവ് തന്നെയായിരുന്നു. ആഫ്റ്റർ ഓൾ എന്നാൽ എന്തു തന്നെയാണെങ്കിലും, എന്നിരിക്കലും, എന്നിട്ട് പോലും, ഇതൊക്കെയാണ് അർത്ഥം. ഹി വുഡ് നോട്ട് ഒബേ മിയർ ഡോക്ടേഴ്സ്. അദ്ദേഹം അനുസരിച്ചില്ല. ഒബേ എന്നാൽ അനുസരിക്കുക, മിയർ എന്നാൽ കേവലം എന്നുള്ള അർത്ഥമാണ്. കേവലം ഡോക്ടർമാരെ അദ്ദേഹം അദ്ദേഹം ഗൗനിച്ചില്ല, അദ്ദേഹം അനുസരിച്ചില്ല. രാജാവ് തന്നെയായിരുന്നു. ദ ഡോക്ടേഴ്സ് ആൻഡ് ദ മിനിസ്റ്റേഴ്സ് വേർ ഓൾ വറീഡ്. ഡോക്ടർമാരും മന്ത്രിമാരും അസ്വസ്ഥരായി. ഫൈനലി ദേ ഡിസൈഡഡ് ടു ആസ്ക് എ വൈസ് മിനിസ്റ്റർ വാട്ട് ടു ഡു. ഫൈനലി അവസാനം, ദേ ഡിസൈഡഡ് അവർ തീരുമാനിച്ചു, ടു ആസ്ക് ചോദിക്കാൻ തീരുമാനിച്ചു, എ വൈസ് മിനിസ്റ്റർ ഒരു വിവേകശാലിയായ മന്ത്രിയോട്, വാട്ട് ടു ഡു എന്ത് ചെയ്യണമെന്ന് ഒരു വിവേകശാലിയായ മന്ത്രിയോട് ചോദിക്കാൻ അവർ തീരുമാനിച്ചു. ബിക്കോസ് ഹി വാസ് ദ ഓൺലി പേഴ്സൺ ഹൂ കുഡ് പെർഹാപ്സ് ഫൈൻഡ് എ വേ ഔട്ട് ഓഫ് ദിസ് ഡിലേമ. ബിക്കോസ് കാരണം, ഈ മന്ത്രിയോട് ചോദിക്കാനുള്ള കാരണം, ഹി വാസ് ദ ഓൺലി പേഴ്സൺ അദ്ദേഹമായിരുന്നു ഏക വ്യക്തി. ഹി കുഡ് പെർഹാപ്സ് അദ്ദേഹത്തിന് ഒരു പക്ഷേ സാധിക്കുമായിരുന്നു. സാധിക്കുമായിരുന്ന ഏക വ്യക്തി, ഒരു പക്ഷേ സാധിക്കുമായിരുന്ന ഏക വ്യക്തി. എന്തിന്? ഫൈൻഡ് എ വേ ഔട്ട് ഒരു വഴി കണ്ടെത്താൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി ഒരു പക്ഷേ അദ്ദേഹം മാത്രമായിരുന്നു. ഓഫ് ദിസ് ഡിലേമ എന്നാൽ വിഷമം, ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ് അർത്ഥം. ഈ ബുദ്ധിമുട്ടിന് ഒരു പക്ഷേ വഴി കണ്ടെത്താൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി അദ്ദേഹം മാത്രമായിരുന്നു. അതുകൊണ്ടാണ് അവർ ഇദ്ദേഹത്തോട് ഇതിനുള്ള മാർഗം ചോദിച്ചത്. ദ മിനിസ്റ്റർ തോട്ട് ഓഫ് എ സൊല്യൂഷൻ. മന്ത്രി ഒരു പരിഹാരത്തെ പറ്റി ചിന്തിച്ചു. സൊല്യൂഷൻ എന്നാൽ പരിഹാരം, തോട്ട് എന്നാൽ ചിന്തിച്ചു. ദ നെക്സ്റ്റ് ഡേ ഹി വിസിറ്റഡ് ദ കിങ് വിത്ത് മെഡിസിൻ. ദ നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം, ഹി വിസിറ്റഡ് അദ്ദേഹം സന്ദർശിച്ചു, ദ കിങ് രാജാവിനെ, വിത്ത് മെഡിസിൻ മരുന്നുകളുമായിട്ട് ചെന്ന് അദ്ദേഹം രാജാവിനെ അടുത്ത ദിവസം സന്ദർശിച്ചു. ദിസ് ഈസ് സെൻറ്റ് ബൈ എ ഗ്രേറ്റ് ഫിസിഷ്യൻ, സാർ പ്ലീസ് ടേക്ക് ഇറ്റ്, റിക്വസ്റ്റഡ് ദ മിനിസ്റ്റർ. ദിസ് ഈസ് സെൻറ്റ് ബൈ എ ഗ്രേറ്റ് ഫിസിഷ്യൻ. ഈ മരുന്ന് അയക്കപ്പെട്ടത് ഒരു വൈദ്യൻ മുഖേനയാണ്. ഒരു വൈദ്യൻ അയച്ചതാണ് ഈ മരുന്ന്. സാർ പ്ലീസ് ടേക്ക് ഇറ്റ് ദയവായി ഈ മരുന്ന് എടുക്കൂ. റിക്വസ്റ്റഡ് ദ മിനിസ്റ്റർ മന്ത്രി റിക്വസ്റ്റഡ് അഭ്യർത്ഥിച്ചു. ആൻഡ് യു മേ ഈറ്റ് വാട്ട് എവർ യു ലൈക്ക് വിത്ത് ഇറ്റ്, ഹി ആഡഡ്. ആൻഡ് യു മേ ഈറ്റ് നിങ്ങൾക്ക് ഭക്ഷിക്കാം, വാട്ട് എവർ
യു ലൈക്ക്. നിങ്ങൾ എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഭക്ഷിക്കാം. ഹി ആഡഡ്. അദ്ദേഹം ചേർത്തു പറഞ്ഞു. വാട്ട് പിക്കിൾസ് ആൻഡ് യോഗേർട്ട് ആൻഡ് ഓൾ ആസ്ക്ഡ് ദ കിങ്. വാട്ട് എന്ത്, പിക്കിൾസ് ആൻഡ് യോഗേർട്ട് എന്ത്, അച്ചാറുകളും തൈരും, ആൻഡ് ഓൾ ഇതെല്ലാമോ, ആസ്ക്ഡ് ദ കിങ് രാജാവ് ചോദിച്ചു. certainly replied the minister. certainly തീർച്ചയായും replied the minister മന്ത്രി മറുപടി പറഞ്ഞു. a week later the minister visited the king again and asked him how he was. a week later ഒരാഴ്ചക്ക് ശേഷം the minister visited മന്ത്രി സന്ദർശിച്ചു the king രാജാവിനെ again വീണ്ടും എന്താണ്, മന്ത്രി രാജാവിനെ ഒരാഴ്ചക്ക് ശേഷം സന്ദർശിച്ചു. ആൻഡ് ആസ്ക്ഡ് എന്നിട്ട് ചോദിച്ചു, ഹിം അദ്ദേഹത്തോട്, രാജാവിനോട്, ഹൗ ഹി വാസ് അദ്ദേഹത്തിന് എങ്ങനെ ഉണ്ട് എന്ന്. നോ വേഴ്സ് സെഡ് ദ കിങ് ബട്ട് നോ ബെറ്റർ ഈതർ. ദ കഫ് ഈസ് സ്റ്റിൽ ബാഡ്. നോ വേഴ്സ് എന്താണ്, കൂടുതൽ വഷളായിട്ടില്ല. സെഡ് ദ കിങ് രാജാവ് പറഞ്ഞു. ബട്ട് പക്ഷേ, നോ ബെറ്റർ ഈതർ എന്താണ് സുഖം പ്രാപിച്ചിട്ടുമില്ല. ഈതർ ഐതർ ഇങ്ങനെ രണ്ട് രീതിയിലും ഇത് വായിക്കാവുന്നതാണ്. ഐതർ എന്നുള്ളത് അമേരിക്കൻ ബ്രിട്ടീഷ് പ്രൊനൗൺസിയേഷനാണ്. ഈതർ എന്നുള്ളത് അമേരിക്കൻ പ്രൊനൗൺസിയേഷനാണ്. ദ കഫ് ഈസ് സ്റ്റിൽ ബാഡ്. ചുമ ഇപ്പോഴും മോശമായിട്ട് തുടരുന്നുണ്ട്. സാർ ജസ്റ്റ് കണ്ടിന്യൂ ദ മെഡിസിൻ ആൻഡ് ഓൾ ദ സവർ തിങ്സ്. നിങ്ങൾ ഈ മരുന്ന് പിന്തുടരൂ, മരുന്ന് കഴിക്കുന്നത് തുടരൂ, എന്താണ്, ആൻഡ് ഓൾ ദ സവർ തിങ്സ് അതുപോലെ പുളിയുള്ള ഭക്ഷണങ്ങളും അത് കഴിക്കുന്നതും തുടരൂ. കണ്ടിന്യൂ എന്നാൽ തുടരുക, ദ മെഡിസിൻ മരുന്നുകൾ, സവർ തിങ്സ് പുളിയുള്ള വസ്തുക്കൾ. ദിസ് ഹാസ് 3 benefits for you, advised the minister. This has 3 benefits for you. ഇതുകൊണ്ട് നിങ്ങൾക്ക് 3 ഗുണങ്ങളുണ്ട്. ബെനഫിറ്റ്സ് എന്നാൽ നേട്ടങ്ങൾ, ഗുണങ്ങൾ. അഡ്വൈസ്ഡ് ദ മിനിസ്റ്റർ എന്താണ്, മന്ത്രി ഉപദേശിച്ചു. ബെനഫിറ്റ്സ്, വാട്ട് ബെനഫിറ്റ്സ്, വണ്ടേർഡ് ദ കിങ്. പ്രയോജനമോ, എന്ത് പ്രയോജനങ്ങൾ, രാജാവ് ആശ്ചര്യപ്പെട്ടു. Sir, there will be no thefts in the palace. No dogs will trouble you. There will be no ഉണ്ടായേക്കുകയില്ല. thefts. theft എന്നാൽ മോഷണം. thefts മോഷണങ്ങൾ എന്താണ്, കളവുകൾ, മോഷണങ്ങൾ ഉണ്ടായേക്കുകയില്ല. ഇൻ ദ പാലസ് രാജകൊട്ടാരത്തിൽ. നോ ഡോഗ്സ് വിൽ ട്രബിൾ യു. ട്രബിൾ എന്നാൽ ക്ലേശിക്കുക, വിഷമിപ്പിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ശല്യപ്പെടുത്തുക എന്താണ്, നായകൾ നിങ്ങളെ ശല്യപ്പെടുത്തുകയില്ല. ആൻഡ് ദർ ഈസ് നോ ഫിയർ ഓഫ് ഓൾഡ് ഏജ്, സെഡ് ദ മിനിസ്റ്റർ സ്മൈലിംഗ്. ആൻഡ് ദർ ഈസ് നോ ഫിയർ ഓഫ് ഓൾഡ് ഏജ്. ഓൾഡ് ഏജ് എന്നാൽ വാർദ്ധക്യം. വാർദ്ധക്യം അതിനെപ്പറ്റിയുള്ള ഭയവും ഉണ്ടായേക്കുകയില്ല. സെഡ് ദ മിനിസ്റ്റർ മന്ത്രി പറഞ്ഞു. സ്മൈലിംഗ് പുഞ്ചിരിച്ചുകൊണ്ട്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എനിക്ക് മനസ്സിലാകുന്നില്ല. വാട്ട് ഹാവ് തീവ്സ്, ഡോഗ്സ് ആൻഡ് ഓൾഡ് ഏജ് ഗോട്ട് ടു ഡു വിത്ത് മൈ കഫ്, ദ ഇൽനെസ് ഓർ ദിസ് മെഡിസിൻ. കള്ളന്മാരും നായകളും വാർദ്ധക്യവും എൻ്റെ രോഗവും മരുന്നുകളും ആയി എന്താണ് ചെയ്യുന്നത്? ഇവകളൊക്കെ തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് രാജാവ് ചോദിക്കുന്നത്. രാജാവിൻ്റെ ചുമയും അതുപോലെ അദ്ദേഹത്തിൻ്റെ രോഗങ്ങളും മരുന്നുകളും അതുമായിട്ട് നായകൾക്കും അതുപോലെ കള്ളന്മാരും വാർദ്ധക്യവും ഇതാണ് എന്താണ് ബന്ധം. തീഫ്സ് എന്നാൽ കള്ളന്മാർ, ഇൽനെസ് എന്നാൽ അസുഖം, രോഗം. സെഡ് ദ കിങ് ഈവൻ മോർ കൺഫ്യൂസ്ഡ്. സെഡ് ദ കിങ് രാജാവ് പറഞ്ഞു. ഈവൻ മോർ കൺഫ്യൂസ്ഡ് കൂടുതൽ ആശയക്കുഴപ്പത്തിലായിക്കൊണ്ട്. വെൽ സാർ, ഇഫ് യു ഈറ്റ് സവർ തിങ്സ് നിങ്ങൾ പുളിയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ, യു വിൽ കീപ് കഫിങ് ഓൾ ത്രൂ ദ ഡേ ആൻഡ് നൈറ്റ്. യു വിൽ
കീപ് കഫിങ്. നിങ്ങൾ ചുമച്ചുകൊണ്ടേയിരിക്കും. ഓൾ ത്രൂ ദ ഡേ ആൻഡ് നൈറ്റ്. രാത്രിയും പകലും മുഴുവനായും. ത്രൂ എന്നാൽ മുഴുവനായും എന്നുള്ള അർത്ഥമാണ്. രാത്രിയും പകലും നിങ്ങൾ മുഴുവനായും നിങ്ങൾ ചുമച്ചുകൊണ്ടേയിരിക്കും. സോ നോ തീഫ് വിൽ ഡയർ ടു എൻ്റർ ദ പാലസ് ആസ് യു വിൽ ഓൾവേസ് ബി അവെയ്ക്ക് ആൻഡ് അലേർട്ട്. സോ ആയതിനാൽ നോ തീഫ് വിൽ ഡയർ ഒരു കള്ളനും ധൈര്യപ്പെടുകയില്ല ടു എൻ്റർ പ്രവേശിക്കാൻ ദ പാലസ് കൊട്ടാരത്തിലേക്ക് ഒരു കള്ളനും പ്രവേശിക്കാൻ ധൈര്യപ്പെടുകയില്ല. ഡയർ എന്നാൽ ധൈര്യപ്പെടുക. ടു എൻ്റർ പ്രവേശിക്കാൻ. ആസ് യു വിൽ ഓൾവേസ് ബി അവെയ്ക്ക് ആൻഡ് അലേർട്ട്. അലേർട്ട് എന്നാൽ ജാഗ്രതയുള്ള എന്നുള്ള അർത്ഥമാണ്. ജാഗരൂകനാകുക, ശ്രദ്ധയുള്ളവനാകുക. അവെയ്ക്ക് എന്നാൽ ഉറങ്ങാത്ത, ഉറക്കമുണർത്തുന്ന, ഉണർന്നിരിക്കുന്ന, ഇതൊക്കെയാണ് അർത്ഥം. ആസ് എന്നാൽ ആയതുകൊണ്ട്. നിങ്ങൾ എല്ലാ സമയത്തും ഉറക്കമുണർന്നിരിക്കുകയായിരിക്കും. അതുകൊണ്ട് എന്താണ്, ഒരു കള്ളനും കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കാൻ ധൈര്യപ്പെടുകയില്ല. ആൻഡ് ദ ഡോഗ്സ് ആസ്ക്ഡ് ദ കിങ്. ആൻഡ് ദ ഡോഗ്സ് നായകളോ? ആസ്ക്ഡ് ദ കിങ് രാജാവ് ചോദിച്ചു. സാർ വെൻ യു ഡു സ്റ്റാൻഡ് അപ്പ് യു വിൽ ബി സോ വീക്ക് വിത്ത് നോ സ്ലീപ്പ്. വെൻ യു ഡു സ്റ്റാൻഡ് അപ്പ് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ. യു വിൽ ബി സോ വീക്ക് നിങ്ങൾ വളരെ ക്ഷീണിതനായിരിക്കും. വിത്ത് നോ സ്ലീപ്പ് ഉറക്കമില്ലാതെ. എന്താണ്, നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഉറക്കമില്ലാതെ ക്ഷീണിച്ചിട്ടുള്ള അവസ്ഥയിലായിരിക്കും. ദാറ്റ് എന്നതിന് ഇവിടെ ആയതിനാൽ എന്നുള്ള അർത്ഥമാണ്. ക്ഷീണിച്ചിരിക്കുന്നതിനാൽ. യു വിൽ നീഡ് നിങ്ങൾക്ക് വേണ്ടി വന്നേക്കും. എ വാക്കിംഗ് സ്റ്റിക്ക് ഒരു വടി. നടക്കാൻ ഒരു വടി നിങ്ങൾക്ക്, ഒരു ദണ്ട് നിങ്ങൾക്ക് വേണ്ടി വന്നേക്കും. ടു അസിസ്റ്റ് യു നിങ്ങളെ സഹായിക്കാൻ. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ക്ഷീണിതനായിരിക്കും. ഉറങ്ങാത്തത് കൊണ്ട് ക്ഷീണിതനായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു വടിയുടെ സഹായം നിങ്ങൾക്ക് വേണ്ടി വന്നേക്കും. ആൻഡ് നോ ഡോഗ് വിൽ എവർ കം നിയർ എ മാൻ ക്യാരിയിങ് എ സ്റ്റിക്ക് സ്റ്റേറ്റ് ദ മിനിസ്റ്റർ ദ വിറ്റി. ആൻഡ് നോ ഡോഗ് വിൽ എവർ കം ഒരിക്കലും ഒരു നായ വരുകയില്ല. നിയർ അടുത്തേക്ക്. എ മാൻ ഒരു പുരുഷനടുത്തേക്ക്. ക്യാരിയിങ് എ സ്റ്റിക്ക് ഒരു വടി ചുമക്കുന്ന, ഒരു വടി കയ്യിലുള്ള ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ഒരിക്കലും ഒരു നായ വരില്ല. സ്റ്റേറ്റഡ് ദ മിനിസ്റ്റർ മന്ത്രി പറഞ്ഞു. ദ വിറ്റി എന്നാൽ ഫലിതമായി, തമാശയോടെ പറഞ്ഞു. സ്റ്റേറ്റ് എന്നാൽ പറഞ്ഞു എന്നുള്ള അർത്ഥമാണ് ഇവിടെ. ഗുഡ് ഹെവൻസ് എന്നാൽ ആശ്ചര്യദോതകം എന്നുള്ള അർത്ഥമാണ്. ആശ്ചര്യദോതകം തന്നെ. ആൻഡ് വാട്ട് അബൌട്ട് ഓൾഡ് ഏജ് വാർദ്ധക്യത്തിൻ്റെ കാര്യമോ? വാട്ട് വാസ് ദാറ്റ് എന്തായിരുന്നു അത്? വണ്ടേർഡ് ദ കിങ് രാജാവ് ആശ്ചര്യപ്പെട്ടുകൊണ്ട് ചോദിച്ചു. ഓ സാർ, ഇഫ് യു സ്റ്റേ ഇൽ ഓൾ ദ ടൈം യു ആർ ലൈക്ലി ടു ഡൈ യങ്. ഇഫ് യു സ്റ്റേ ഇൽ ഓൾ ദ ടൈം എല്ലാ സമയത്തും നിങ്ങൾ രോഗിയായിക്കൊണ്ട് തന്നെ തുടർന്നാൽ. ഓൾ ദ ടൈം എന്നാൽ എല്ലാ സമയത്തും. ഇൽ എന്നാൽ രോഗിയായി, അസുഖകരമായി എന്നാണ് അർത്ഥം. യു ആർ ലൈക്ലി ടു ഡൈ യങ് നിങ്ങൾ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ മരിച്ചേക്കും. ലൈക്ലി എന്നാൽ സാധ്യത പറയാനാണ്. ഓക്കെ, ലൈക്ലി ടു ഡൈ മരണപ്പെട്ടേക്കും. യങ് യുവാവായിരിക്കെ തന്നെ നിങ്ങൾ എന്താണ്, മരണപ്പെട്ടേക്കും. നിങ്ങൾ എല്ലാ സമയത്തും രോഗിയായി തന്നെ തുടർന്നു കഴിഞ്ഞാൽ. സോ യു വിൽ നോട്ട് ഹാവ് ടു വറി അബൌട്ട് ഓൾഡ് ഏജ് അറ്റ് ഓൾ. സോ ആയതിനാൽ യുവാവായി ഇരിക്കുമ്പോൾ തന്നെ മരണപ്പെടുന്നതിനാൽ. യു വിൽ നോട്ട് ഹാവ് ടു വറി നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല. എബൌട്ട് ഓൾഡ് ഏജ് എന്താണ്, വാർദ്ധക്യത്തെപ്പറ്റി ഒട്ടും തന്നെ നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരില്ല. അറ്റ് ഓൾ എന്നാൽ ഒട്ടും തന്നെ. യുവാവായിരിക്കെ തന്നെ നിങ്ങൾ മരിക്കുന്നതിനാൽ നിങ്ങൾക്ക് വാർദ്ധക്യത്തെപ്പറ്റി ഭയപ്പെടേണ്ടി വരില്ല. വാട്ട് ഡു യു തിങ്ക് സജസ്റ്റഡ് ദ മിനിസ്റ്റർ ഹാപ്പിലി. വാട്ട് ഡു യു തിങ്ക് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് എന്നൊക്കെയുള്ള അർത്ഥമാണ്. സജസ്റ്റഡ് ദ മിനിസ്റ്റർ ഹാപ്പിലി
ഹാപ്പിലി എന്നാൽ സന്തോഷത്തോടെ. സജസ്റ്റഡ് എന്നാൽ നിർദ്ദേശിച്ചു, അതല്ലെങ്കിൽ പഠിപ്പിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. മിനിസ്റ്റർ എന്താ മന്ത്രി രാജാവിനോട് ചോദിച്ചു എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്ന്. ദ കിങ് വാസ് ഹൊറിഫൈഡ് അറ്റ് ദ പിക്ചർ ഓഫ് ദ മിനിസ്റ്റർ ഹാഡ് പ്രസൻറ്റഡ് ബിഫോർ ഹിം. അദ്ദേഹത്തിന് മുമ്പിൽ മന്ത്രി അവതരിപ്പിച്ച കാര്യം കേട്ട് രാജാവ് ഭയപ്പെട്ടു. ഹൊറിഫൈ എന്നാൽ ഭയപ്പെടുക എന്നുള്ള അർത്ഥമാണ്. പിക്ചർ എന്നാൽ ചിത്രം. അതുപോലെ ഇവിടെ ആ പറഞ്ഞ കാര്യം, ഇതുവരെ മന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യം, അതാണ് പിക്ചർ. പ്രസൻറ്റ് എന്നാൽ അവതരിപ്പിക്കുക. ബിഫോർ ഹിം അദ്ദേഹത്തിന് മുമ്പിൽ. ആൻഡ് ഹി റിയലൈസ്ഡ് വാട്ട് ദ മിനിസ്റ്റർ ഹാഡ് ടോൾഡ് ഹിം വാട്ട് വുഡ് ഹാപ്പൻ. മന്ത്രി അവതരിപ്പിച്ച കാര്യം കേട്ട് രാജാവിന് ബോധ്യമായി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. ഹി റിയലൈസ്ഡ് എന്നാൽ അദ്ദേഹത്തിന് ബോധ്യമായി. ദ മിനിസ്റ്റർ ഹാഡ് ടോൾഡ് ഹിം മന്ത്രി അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്നുള്ള അർത്ഥമാണ്. ഇഫ് ഹി ഡിഡിൻറ്റ് സ്റ്റോപ്പ് ഈറ്റിംഗ് സവർ തിങ്സ്. അദ്ദേഹം പുളിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നിർത്തിയിട്ടില്ലെങ്കിൽ. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് രാജാവിന് മനസ്സിലായി. അദ്ദേഹം പുളിയുള്ള ഭക്ഷണങ്ങൾ ഭക്ഷിക്കുന്നത് നിർത്തിയിട്ടില്ലെങ്കിൽ. സോ ദ കിങ് സ്റ്റോപ്ഡ് ഈറ്റിംഗ് ദം. സോ ആയതിനാൽ ദ കിങ് രാജാവ് സ്റ്റോപ്ഡ് നിർത്തി ഈറ്റിംഗ് ദം അവകൾ പുളിയുള്ള ഭക്ഷണങ്ങൾ ഭക്ഷിക്കുന്നത് രാജാവ് നിർത്തി. വാട്ട് എ ക്ലവർ മാൻ ദ മിനിസ്റ്റർ വാസ്. മന്ത്രി എത്രമാത്രം വിവേകശാലിയായ വ്യക്തിയാണ്. ദ കിങ് പ്രൈസ്ഡ് ഹിം ആൻഡ് പാറ്റഡ് ഹിസ് ബാക്ക്. ദ കിങ് പ്രൈസ്ഡ് രാജാവ് പ്രൈസ്ഡ് പാടിപ്പുകഴ്ത്തി അല്ലെങ്കിൽ പ്രകീർത്തിച്ചു, പ്രശംസിച്ചു, ഇതൊക്കെയാണ് അർത്ഥം. ഹിം അദ്ദേഹത്തെ, മന്ത്രിയെ. ആൻഡ് പാറ്റഡ് ഹിസ് ബാക്ക്. പാറ്റ് എന്നാൽ അർത്ഥം സ്നേഹത്തോടെ തലോടുക, സ്നേഹത്തോടെ തൊട്ടുക, ഇതൊക്കെയാണ് അർത്ഥം. രാജാവ് മന്ത്രിയെ സ്നേഹത്തോടെ തടവി അല്ലെങ്കിൽ സ്നേഹത്തോടെ തട്ടി. ഹിസ് ബാക്ക് അദ്ദേഹത്തിൻ്റെ മുതുകിൽ.